ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു മീൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളെ മലപ്പുറത്തുകാർക്ക് എപ്പോഴും എന്താണ് ചോറും മീൻ കറിയും ഒരു വീക്ക്നെസ് ആണല്ലേ. അപ്പോൾ നമ്മൾക്കിന്ന് നല്ല കുറച്ച് അയിലക്കുട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് അടിച്ചാപ്പൊളി ഒരു കറി ഉണ്ടാക്കിയാലോ? അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഈ നിരത്തി വെച്ചിരിക്കുന്നത്. നമ്മളെ ക്ലീൻ ചെയ്ത അയില കുട്ടികൾ, പിന്നെ തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾ, മല്ലിപ്പൊടി, മുളകും പൊടി, പിന്നെ കടുക്, ഉലുവ, കരിവേപ്പില, ഉള്ളി, പിന്നെ കുറച്ച് വലിയ ജീരകം പൊടിച്ചതും, ഗരം മസാല, ഉപ്പും, പിന്നെ പുളി പിഴിഞ്ഞതും. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ നമ്മളെ മുളക്, മഞ്ഞൾ, മല്ലി ഇതൊക്കെ പാടിട്ടുങ്ങാണ്ട് ഒന്ന് പേസ്റ്റാക്കിയിട്ട് വരാം. മിക്സിയിലിട്ട് അരച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇതാ അവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ പാർന്ന് ചൂടായി വരുമ്പോൾ അതിൽ കടുകും ഉലുവയിട്ട് പൊട്ടിച്ചിങ്ങാണ്ട് അരിഞ്ഞ് വെച്ച ഉള്ളിയാണ്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ഇങ്ങോട്ട് വാട്ടിയെടുക്കുക. അതിങ്ങനെ വാടി വരുന്ന സമയത്ത് നന്നായിട്ടുണ്ട് വാടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ കരിവേപ്പിൻ്റെ ഇലയും കൂടിയാണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ കമൻ്റ് എഴുതണം. നിങ്ങൾക്ക് ഇതേപോലെയാണ് നിങ്ങൾ മീൻ കറി ഉണ്ടാക്കാറെങ്കിൽ അതൊന്ന് പറയണേ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെറൈറ്റിയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞു തരണേ. നമുക്കും അത് ഉണ്ടാക്കി വെക്കാമല്ലോ. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെയല്ല ഉണ്ടാക്കണതെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നമ്മളെ ഉള്ളിയും കരിവേപ്പിൻ്റെലൊക്കെ നല്ല അങ്ങോട്ട് മൂത്ത് വന്ന സമയത്ത് നമ്മൾ ഈ അരച്ച് വെച്ച തക്കാളിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും നമ്മളെ മസാലപ്പൊടികളുടെയൊക്കെ ആ ഒരു ഇതില്ലേ മിക്സ് അരച്ച് വെച്ച അതാണ്ട് പാർന്ന് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നുകൊണ്ട് ചൂടായിട്ട് ഇതിൽ ആ ഒരു പച്ചമണമൊക്കെ അങ്ങോട്ട് ഇങ്ങനെ വിട്ട് വരുന്ന സമയം നന്നായിട്ട് ആ ഒരു എന്താ പറയുക, തക്കാളി ആ പച്ചയിൽ അരച്ച ആ ഒരു കുത്തും ആ മുളകും മല്ലിൻ്റെയും ഒക്കെ ആ പച്ചമണമൊക്കെ കണ്ട് വിട്ട് വരുന്ന വരെ ഒന്നിങ്ങനെ എന്താ പറയുക തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് അടി പിടിക്കുന്നതിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്നിങ്ങനെ ആ ഒരു സെറ്റായി വന്ന സമയത്ത് നമ്മൾ ആ പെരിഞ്ജീരകം പൊടിച്ചതും ഗരം മസാലൻ്റെ പൊടിയും ഉപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകം കേട്ടോ, പെരുംജീരകം എന്ന് പറഞ്ഞാൽ ചിലർക്കറിയില്ല. അപ്പോൾ വലിയ ജീരകത്തിൻ്റെ പൊടിയും അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടുങ്ങാണ്ട് അതിൻ്റെയും ആ ഒരു പച്ചമണം വിട്ട് വരും. പിന്നെ എന്താ പറയുക, ഉപ്പും ഒക്കെ ഈ മസാലയൊക്കെ കൊണ്ട് പിടിക്കുന്നവരൊന്ന് അങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമ്മളിതിലേക്ക് പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളമല്ലേ, ആ പുളിവെള്ളം അങ്ങോട്ട് പാർന്ന് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം, ചിലർക്ക് കട്ടിയുള്ള കറിയാവും ഇഷ്ടം, ചിലർക്ക് വെള്ളം പോലത്തെ കറിയാവും ഇഷ്ടം. ഇവിടെ വലിയ കട്ടി ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം പാർന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നല്ല ഒന്നായി തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മളെ കറി ഇവിടെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതാ ഇത്രയും കട്ടിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനാണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ മീനിട്ട് ഒന്ന് കണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 7-8 മിനിറ്റ് നല്ലോണം വെന്ത് വരട്ടെ. എന്നതിന് ശേഷം നമുക്ക് ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. നല്ല അടിപൊളി സ്മെല്ലോട് കൂടിയിട്ടുള്ള അടിപൊളി കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. എന്താ നല്ല എന്താ പറയുക, കാണാൻ തന്നെ ആ ഒരു കാണുമ്പോൾ തന്നെ എന്താ പറയുക, നമ്മൾ പറയില്ലേ നോണോണ്ട് ഇവിടെ തൊണ്ടക്കുഴിയിൽ വെള്ളം വരും എന്നൊക്കെ പറയില്ലേ, എന്ന പോലൊക്കെ ഒരു അവസ്ഥ ഉണ്ട് കേട്ടോ എനിക്ക്. എന്തായാലും ഇപ്പം തന്നെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പിന്നെ നമ്മളിതൊരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇലയും 2 പച്ചമുളക് കീറിയതും കൂടി അങ്ങോട്ട് ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
ഇനി ഇത് കൂട്ടി ഒരു പ്ലേറ്റ് ചോറല്ല മക്കളെ, 2 പ്ലേറ്റ് ചോറുവാണെങ്കിലും തിന്നാം. നമുക്ക് നുള്ളാൻ കുറച്ച് ഉപ്പേരിയും പൊട്ടിക്കാനൊരു പപ്പടം ഉണ്ടെങ്കിൽ സംഗതി കുശാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പറയണ്ടല്ലോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.